ഹല്ലേലൂയ. കർത്താവ് സൗഖ്യങ്ങൾ നൽകും. കാരണം അവൻ്റെ മുറിവിൽ സൗഖ്യമുണ്ട്. കർത്താവിൻ്റെ മുറിവിൽ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും ഈശോ തൊടും. അത് ശരീരത്തിൻ്റെ ഉള്ള സ്പർശനമാകാം, മനസ്സിൻ്റെ മേലുള്ള സ്പർശനമാകാം, ആത്മാവിൻ്റെ സ്പർശനമാകാം, രോഗത്തിൻ്റെ മേലാകാം, കടബാധ്യയിലാകാം. നിങ്ങളുടെ ഏതെങ്കിലും വിഷയത്തിൽ എപ്പോൾ വേണമെങ്കിലും കർത്താവ് ഇടപെടും. വചനം പറയുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോൾ നമ്മൾ ഈ കേട്ട വചനത്തിലൊക്കെ എന്താ കരച്ചിൽ നിർത്താനാണ് പറയുന്നത്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അവരുടെ മിഴികളിൽ നിന്ന് അവിടുന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. കണ്ണുനീർ തുടച്ചു മാറ്റും. പഴയതെല്ലാം കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അപ്പം നിൻ്റെ ജീവിതത്തിൽ കർത്താവ് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുക. കണ്ണുനീരിൻ്റെ കാലം അതിനൊരു സമയമുണ്ട്. അത് കഴിയുമ്പോൾ ആ കണ്ണുനീര് കർത്താവ് തുടയ്ക്കും. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, സഹനത്തിന് ഒരു കാലയളവുണ്ട്. എല്ലാവർക്കും സഹനത്തിനൊരു പീരീഡ് ഉണ്ട്. ആൽബർട്ട് എന്ന് പറയുന്ന ഒരു മകൻ നമ്മുടെ ധ്യാനത്തിൽ 6 തവണ പങ്കെടുത്തതാണ്. ശരീരം മുഴുവൻ സോറിയാസിസ്. ഈ ശരീരമായി കണ്ണൊഴികെ ബാക്കി മൊത്തം ശരീരം സോറിയാസിസ്. വിണ്ടുകീറിയ ശരീരം. ചെറുപ്പം മുതൽ തുടങ്ങിയ ആ മകന് എൻ്റെ 6 ധ്യാനം കൂടി അന്ന് പാമ്പാടി ഗുഡ് ന്യൂസിൽ ധ്യാനം നടക്കുമ്പോഴാണ് അത്ഭുതകരമായ സൗഖ്യം. ആ സോറിയാസിസ് സൗഖ്യം പ്രാപിച്ചു. ആ നാളിൽ ആലപ്പുഴയിൽ നിന്ന് കുറേ ജനങ്ങൾ വന്ന് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒറ്റ സൗഖ്യം. ആ സഹനം അതിനുശേഷം അവന് ഷാർജയിൽ ഒരു ഉയർന്ന കമ്പനിയിൽ നല്ലൊരു പോസ്റ്റ് ജോലി കിട്ടി. കല്യാണം കഴിഞ്ഞു. ആ സാക്ഷ്യം പറയാൻ വരുമ്പോൾ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഇപ്പോൾ 2 മക്കളുണ്ട്. സന്തോഷമായിട്ട് അവനും അവൻ്റെ കുടുംബവും ദൈവത്തെ മാത്രപ്പെടുത്തി ജീവിക്കുക. അവൻ്റെ അമ്മയുണ്ട്, ചേട്ടന്മാരുണ്ട്, എല്ലാവരും എനിക്കറിയാം. അവരൊക്കെ നമ്മുടെ ധ്യാനം കൂടിയിട്ടുണ്ട്. ആ കുടുംബം ഇവൻ്റെ ആ സൗഖ്യത്തിലൂടെ രക്ഷപ്പെട്ടതാണ്. ഞാൻ പറയുന്നത് ആ മകൻ്റെ ആ സഹനം വർഷങ്ങൾ, എൻ്റെ അപ്പൻ നേരത്തെ മരിച്ചു പോയതാ, വർഷങ്ങൾ സഹിച്ച് ജീവിച്ചു. മരണത്തെപ്പോലും കുറിച്ച്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഒരു മുറിക്കുള്ളിൽ തീരേണ്ട ജീവിതമാണ്, മുറിക്കുള്ളിൽ അവസാനിക്കേണ്ട ജീവിതമായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ അത്ഭുത ഇടപെടൽ അവൻ്റെ സോറിയാസിസ് ഹീൽ ചെയ്തു. നല്ലൊരു ജീവിതം അവന് കൊടുത്തു. പഴയത് കടന്നുപോയി, പുതിയത് അവൻ ജീവിതത്തിൽ സംഭവിക്കുക. പലർക്കും സഹിക്കാൻ ഒരു മടുപ്പാണ്. സഹനം എന്ന് പറഞ്ഞാൽ എന്തൊരു പ്രയാസമാണ്. പക്ഷേ ഈ സഹനത്തിൽ യേശുവും കൂടി ചേർന്ന് സഹിക്കുമ്പോൾ അതിലൊരു ആനന്ദമുണ്ട്. സകലത്തിലൊരു ആനന്ദമുണ്ട്. നമ്മൾ കുർബാനയിൽ വായിച്ചു കേട്ടതും അതാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ ബലം പുറപ്പെടുവിക്കത്തില്ല. നമ്മൾ മനസ്സിലാക്കുക, സഹനം അത് നമുക്ക് കൃപയാണ്, അനുഗ്രഹമാണ്, നന്മയാണ്. അതുകൊണ്ട് നിങ്ങൾ സഹനം വേണ്ട, വേദന വേണ്ട, രോഗം വേണ്ട, പ്രയാസം വേണ്ട എന്ന് പറയരുത്. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും നമുക്ക് ജീവിതത്തിൽ രോഗങ്ങളും വേദനകളും സഹനങ്ങളും ഉണ്ടാവും. അതിന് 2 കാരണമുണ്ട്. 2 കാരണമുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് മുഴുവൻ എന്തെങ്കിലും രോഗമോ സഹനമോ തകർച്ചയോ പ്രതിസന്ധികളോ ഉണ്ടായിരിക്കും. 2 കാരണങ്ങൾ പറയാമോ? എന്താന്ന്? 2 കാരണങ്ങൾ. 1, മനുഷ്യൻ പാപം ചെയ്യുന്നു. 2, ഈ ഭൂമിയിൽ പിശാച് പ്രവർത്തിക്കുന്നു. പിശാച് പ്രവർത്തിക്കുന്നു, ഈ മനുഷ്യൻ പാപം ചെയ്യുന്നു. അതുകൊണ്ട് നിരപരാധികളും സഹിക്കേണ്ടി വരും, അപരാധികളും സഹിക്കേണ്ടി വരും, നിരപരാധികളും നമ്മൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഈ നിരപരാധികൾ സഹിക്കുന്നല്ലോ. ശരിയാണ്, നിരപരാധികളും സഹിക്കേണ്ടി വരും. ഈ ഭൂമിയിൽ മനുഷ്യൻ പാപം ചെയ്യുന്നു, മനുഷ്യൻ തിന്മ പ്രവർത്തിക്കുന്നു, പിശാച് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ലോകത്തിൻ്റെ അന്ത്യം വരെ, കർത്താവിൻ്റെ 2ാം വരവിൽ എല്ലാം തീരുന്നത് വരെ ഈ ലോകത്തിൽ സഹനമുണ്ടായിരിക്കും. സഹനമില്ലാതെ ജീവിക്കാമെന്ന് ആരെങ്കിലും മോഹിക്കുന്നുവെങ്കിൽ അത് നടക്കത്തില്ല. അതാരും പ്രതീക്ഷിക്കണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആദ്യമേ തന്നെ സഹനത്തിൻ്റെ മൂല്യം. യേശു സഹിച്ചു. യേശുവിന് വേറെ എന്തെങ്കിലും മാർഗം നോക്കാമായിരുന്നല്ലോ മനുഷ്യരാശിയെ രക്ഷിക്കാൻ?
ശരീരമെല്ലാം മുറിപ്പെട്ട് വേദന അനുഭവിച്ച് കുരിശിൽ നിന്ദനമേറ്റ് എന്തെല്ലാം സഹിച്ചു കർത്താവ്. യേശുവിന് വേറെ ഏതെങ്കിലും മാർഗത്തിൽ മനുഷ്യരാശിയെ രക്ഷിക്കാൻ വരായിരുന്നു. അവൻ സഹനമാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് സഹനത്തിൻ്റെ മൂല്യവും വിലയും എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. എനിക്കതാ പറയാനുള്ളത്. അല്ലാതെ എൻ്റെ രോഗം മാറണം, നടുവേദന മാറണം, പെടലിവേദന മാറണം, മുട്ടുവേദന മാറണം, മാറിയേ പറ്റുള്ളൂ. ഒരു കുഴപ്പമില്ല, പ്രാർത്ഥിച്ചു കർത്താവ് സൗഖ്യം തരും. സൗഖ്യം തരും, തരത്തിൽ ഞാൻ പറയത്തില്ല, സൗഖ്യം തരും. പക്ഷേ ആ വേദന നിനക്കും നിന്റെ തലമുറയ്ക്കും അനുഗ്രഹമായിരിക്കും. ആ വേദനയിൽ, അതായത് നമ്മൾ അനുഭവിക്കുന്ന സഹനത്തിൽ ആനന്ദം കണ്ടെത്താനായിട്ട് പറ്റുക. യേശുവിൻ്റെ കൂടെ നമ്മൾ ആ ഒരു ആത്മീയതയിലേക്കൊക്കെ വളരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇച്ചിരിയൊക്കെ സഹനമുള്ളത് നല്ലതാണ്. എനിക്ക് പറയാനുള്ളത്, ഒരു 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, അത് വേണേൽ 50 ആക്കാം. 50 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളവർ മുട്ടുവേദന, നടുവേദന, പെടലി വേദന, ഓരോ വേദനയുള്ളപ്പോൾ അത് മാറാനൊന്നും പ്രാർത്ഥിക്കേണ്ട. ഈശോയുടെ മുറിവിനോട് ചേർത്ത് കൊടുത്ത് അങ്ങോട്ട് സമർപ്പിച്ച് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിൻ്റെയൊക്കെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക. അത് അനുഗ്രഹമാണ്. ഇനി ഒരു 50 വയസ്സിൽ താഴെയുള്ള ഇനി ചെറുപ്പക്കാർ, 10, 20, 30 വയസ്സുള്ള ചെറുപ്പക്കാരൊക്കെ സൗഖ്യമായിട്ട് അവർക്കൊരു ജീവിതം വേണ്ടേ? അവരൊക്കെ സൗഖ്യം പ്രാപിക്കട്ടെ. ചിലപ്പോൾ ആയുള്ളവർക്ക് ചില വേദനയൊക്കെ സഹിക്കണം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അത് നിങ്ങൾ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതാണ് നല്ലത്. ശരിക്കും പറ്റുന്നേ ഇവിടെ നിൽക്കുന്ന എനിക്കും സഹനമുണ്ട്, ശാരീരിക സഹനങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് സന്തോഷമാണ്. ഒരു സഹനത്തിനും ഒരു വേദനയ്ക്കും ഞാൻ ഈശോയോട് പരാതി പറയത്തില്ല, പറയുന്ന പ്രശ്നവുമില്ല, ഒരു പരാതിയില്ല. ആ സഹനമൊക്കെ ഇങ്ങനെ കർത്താവിന് കാഴ്ചവെച്ച് അനേകം പാപികളുടെ മാനസാന്തരം, അനേകരുടെ സൗഖ്യത്തിന് വേണ്ടിയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ പോവും. അത്ര തന്നെ. ഈശോയുടെ ഒരു പരാതിയില്ല, എന്നാ സഹനം വന്നാലും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഞാനിത് പറഞ്ഞത് ആത്മീയ ലെവലിൽ ഒരു സാധാരണ ചിന്തിക്കുന്നവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ കയറി വരണം. സഹനങ്ങളിൽ ആനന്ദിക്കുവാനുള്ള ഒരു വലിയ മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. സഹനമെല്ലാം മാറിപ്പോവട്ടെ, വേദന മാറിപ്പോവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ല. പക്ഷേ സഹനങ്ങളിൽ ആനന്ദിക്കുക. 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം, ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഉണ്ടോ? ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ യേശുവിനെ പ്രതി നിന്ദനമേറ്റാൽ, പീഡനമേറ്റാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. മഹത്വത്തിൻ്റെ ആത്മാവ്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹനത്തിൽ ആനന്ദിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അത് ഭയങ്കര ആനന്ദമാണ്. ഈ വേദന സഹനത്തിലോ ഒരു പരാതിയില്ലാതെ സഹിച്ച് അതിലൊരു ആത്മാവിലൊരു ആനന്ദിക്കുന്ന ഒരു ഭയങ്കര ഒരു സഹനത്തിലൊരു സംഭവമുണ്ട്. ആ ഒരു ആനന്ദത്തിൻ്റെ അനുഭവമാണ് വിശുദ്ധന്മാരും വിശുദ്ധകളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരുന്നത്. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യേശുവേ നന്ദി. ഞാനിതൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ രോഗം സൗഖ്യമാകാൻ പ്രാർത്ഥിക്കണം, കടബാധ്യ മാറാൻ പ്രാർത്ഥിക്കണം, എല്ലാത്തിനും പ്രാർത്ഥിച്ചോ. കർത്താവ് അത്ഭുതമായിട്ട് ഇടപെടും. പക്ഷേ എല്ലാ സഹനങ്ങളും പൂർണ്ണമായിട്ട് എടുത്തു മാറ്റപ്പെടുമെന്ന് ആരും ചിന്തിക്കരുത്. ചിലത് നമുക്ക് കർത്താവ് അനുവദിക്കും, നമ്മുടെ വിശുദ്ധീകരണം, നമ്മുടെ അനുഗ്രഹത്തിനൊക്കെ ആയിട്ട്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 60-ാമത്തെ അധ്യായം 18 മുതലുള്ള വചനങ്ങൾ, 18, 19. ശൂന്യതയും നാശവും നിന്റെ അതിർത്തികൾക്കുള്ളിൽ ഉണ്ടാവുകയില്ല. ശൂന്യത, നാശം, ശൂന്യത, ഒരു ശൂന്യത ഇവിടെ പലരും അനുഭവിക്കുന്നുണ്ട്. അത് ആ ശൂന്യത നമ്മുടെ ഉള്ളിലാണ്. ഒരു ശൂന്യത, സ്നേഹത്തിൻ്റെ ശൂന്യത അല്ലേ? ഒരു ശൂന്യത, ദൈവസാന്നിധ്യമില്ലാത്തതിൻ്റെ ശൂന്യത, ഒറ്റപ്പെടുത്തപ്പെട്ടതിൻ്റെ ശൂന്യത, ഒരു ശൂന്യത, എന്തൊക്കെ ഒരു നഷ്ടബോധം പലരും അനുഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ശൂന്യതയും നാശവും നിന്റെ അതിർത്തികൾക്കുള്ളിൽ ഉണ്ടാവുകയില്ല. ഇവിടെ തൃശ്ശൂർ ദൈവശബ്ദങ്ങൾ മിഷൻ ഇത്തവണ നടക്കുമ്പോൾ ഒരമ്മ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നു. പാവം ഒരമ്മച്ചി, ഒത്തിരി സങ്കടപ്പെടുന്നൊരമ്മയാണ്. അമ്മച്ചിക്ക് 3 പെൺമക്കളാണ്.
മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടു. അമ്മച്ചിയുടെ ജീവിത പങ്കാളി മരിച്ചുപോയി. അമ്മ വലിയ വിഷമത്തിലാണ്. എൻ്റെ അടുക്കൽ സങ്കടപ്പെട്ട് കരയുകയും പറയുകയൊക്കെ ചെയ്തു. എനിക്ക് ഒത്തിരി വിഷമം തോന്നി. നല്ലൊരമ്മ, 78 വയസ്സ് പ്രായമുണ്ട്. മകളുടെ വീട്ടിൽ താമസിക്കുന്ന. അവിടെ ഒത്തിരി തിരസ്കരണവും മുറിവും ഒക്കെ അനുഭവിച്ച് അമ്മ ആ വീട്ടിൽ നിൽക്കുക. നല്ല നല്ല കുലീനത്വമുള്ളൊരു അമ്മച്ചിയാണ്. മുഖമൊക്കെ നല്ല ശോഭയാണ്. അമ്മയായിട്ട് വർത്താനം പറഞ്ഞു. ഒത്തിരി സങ്കടപ്പെടുന്നൊരമ്മ. മക്കളിലൂടെയൊക്കെ ഒറ്റപ്പെട്ട ഭർത്താവ് മരിച്ചുപോയി. അപ്പോൾ ഒരു വലിയ ശൂന്യതയിലും സങ്കടത്തിലുമാണ് ഒരമ്മ. ഇതുപോലെ ഒത്തിരി അമ്മമാരൊക്കെ വേദനിക്കുന്നുണ്ട്, അപ്പന്മാരും വേദനിക്കുന്നുണ്ട്. ഒരു ശൂന്യത. നിങ്ങൾ അധ്വാനിച്ചു, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ജീവിച്ചു, കുടുംബത്തിന് വേണ്ടി ജീവിച്ചു, എന്നിട്ട് നമ്മളെ ആരും പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ സ്നേഹിക്കുന്നില്ല, നോക്കുന്നില്ല. ഇതൊക്കെ വലിയൊരു സ്നേഹശൂന്യതയുടെ ഒരു അനുഭവമാണ്. ഒരുപക്ഷെ ഈ സമൂഹത്തിലും വേദനിക്കുന്നവർ ഉണ്ട്. മക്കളിലൂടെയുള്ള ഒറ്റപ്പെടുത്തൽ, കുടുംബത്തിലെ ഒറ്റപ്പെടുത്തലൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. എനിക്ക് ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നൊക്കെ ചിന്തിക്കുന്നു. അത് തെറ്റ് പറയുന്നില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും സ്വയം വേദനിക്കുന്നവരും ഒറ്റപ്പെടലിൻ്റെ ദുഃഖത്തിലായിരിക്കുന്നവരും ഒക്കെ അവരെയൊക്കെ കർത്താവ് സുഖപ്പെടുത്തും. ഹല്ലേലൂയ. ശൂന്യതയും നാശവും നിന്റെ അതിർത്തികൾക്കുള്ളിൽ ഉണ്ടാവുകയില്ല. ആ ശൂന്യതയിലേക്ക് കർത്താവ് വരാൻ പോവുകയാണ്. നിന്റെ ശൂന്യതയിലേക്ക് കർത്താവ് സ്നേഹം നിറയ്ക്കാൻ പോവുകയാണ്. നിന്റെ ശൂന്യതയിലേക്ക് കർത്താവിൻ്റെ കരുണ ഒഴുകാൻ പോവുകയാണ്. നാശം നിന്റെ അതിർത്തി, നിന്റെ കുടുംബം, അല്ലെ ഭവനം, അല്ലെങ്കിൽ നിന്റെ ബിസിനസ്, അല്ലെ കൃഷിയിടം, എവിടെ പോകട്ടെ, നിന്റെ അതിർത്തികൾക്കുള്ളിൽ നിന്ന് നാശം അവൻ മാറ്റിത്തരും. നിന്റെ മതിലുകളെ രക്ഷയെന്നും കവാടങ്ങളെ സ്തുതിയെന്നും നീ വിളിക്കും. പകൽ സൂര്യൻ ആയിരിക്കില്ല ഇനി നിനക്ക് പ്രകാശം തരിക. നിനക്ക് പ്രകാശം തരാൻ രാത്രി ചന്ദ്രനായിരിക്കില്ല പ്രശോഭിക്കുന്ന. കർത്താവായിരിക്കും നിന്റെ നിത്യമായ പ്രകാശം. നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം. കർത്താവ് നിത്യപ്രകാശമായിട്ട് നിന്റെ ഉള്ളിലേക്ക് വരാൻ പോകുക. നിന്റെ ഉള്ളിൽ അവൻ വസിക്കും. നിന്റെ ശൂന്യത എന്നേക്കുമായിട്ട് എടുത്തു മാറ്റപ്പെടും. കർത്താവിൻ്റെ സ്നേഹം കൊണ്ട്, അവൻ്റെ ശക്തി കൊണ്ട്, അവൻ്റെ അഭിഷേകത്താൽ നമുക്ക് നിറയണം. എല്ലാ സങ്കടങ്ങളും, എല്ലാ വേദനകളും, നിരാശകളും, ദുഃഖങ്ങളും ഒക്കെ നമ്മളെ വിട്ടുമാറും. ഹല്ലേലൂയ. നിന്റെ നിത്യപ്രകാശമായിട്ട് കർത്താവ് നിന്റെ ഉള്ളിലേക്ക് വന്ന് വസിക്കും. ഹല്ലേലൂയ. ശൂന്യതയിൽ നിന്ന്, അത് ഏറ്റവും വലിയൊരു വിഷമമാണ്, ശൂന്യത അനുഭവപ്പെടുക. അങ്ങനെ വരുമ്പോഴാണ് ചിലർക്ക് പോയി ആത്മഹത്യയിൽ ജീവിതം അവസാനിപ്പിക്കുന്നത്. ഞാനൊരു സംഭവം പറയാം. അതായത് എൻ്റെ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ, എൻ്റെ ചെറുപ്രായം മുതലേ അറിയുന്നൊരു വ്യക്തിയാണ്. എൻ്റെ അയൽവാസിയാണ്, കുടുംബത്തിൻ്റെ അയൽവാസിയാണ്. ആ വീട്ടിലെ ഒരു അപ്പച്ചനും അമ്മച്ചിയും അവരൊക്കെ മരിച്ചുപോയി. ഒത്തിരി നല്ല മനുഷ്യരാണ്, നല്ല കുടുംബമാണ്. ഈ മൂത്ത മകൻ ഇച്ചിരി കല്ലും കൂടിയും തോന്നിവാസമൊക്കെ ആയിരുന്നു, നടന്നു, വീട് വിട്ടുപോയി. ഇങ്ങനെ നടന്നു. ഒരു ക്വാർട്ടർ പണിയൊക്കെ ആയിരുന്നു. ഒരു പെണ്ണിനെയൊക്കെ കെട്ടി. ആദ്യം കെട്ടിനെ ഉപേക്ഷിച്ചു. രണ്ടാമതൊരു ഹിന്ദു സ്ത്രീ ആയിരുന്നു. പിന്നെ പള്ളിയിലൊക്കെ വെച്ച് കെട്ടി. ഞങ്ങളുടെ നാട്ടിലൊരു ലക്ഷം വീട് കോളനി ഉണ്ട്. എല്ലാം നശിപ്പിച്ച ലക്ഷം വീട് കോളനിയിൽ ഒരു വീട്ടിലായിരുന്നു താമസം. പക്ഷെ ആ സ്ത്രീ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാണ്. ഹിന്ദു ആയിരുന്നു, ക്രിസ്ത്യാനിയായതാണ്. നമ്മുടെ ഏകദിന കൺവെൻഷന് എല്ലാ ആഴ്ചയിലും ആ സ്ത്രീ വരുമായിരുന്നു. വർഷങ്ങളായിട്ട് അവർ വരുമായിരുന്നു. ഈ ഭർത്താവിന് ഇങ്ങനെ കുടിയും വഴക്കും എല്ലാം അലമ്പ. 3 മക്കൾ, 2 പെണ്ണും 1 ആണും. ആ മക്കളൊക്കെ പഠിച്ചു, പലരും സഹായിച്ചും ഒക്കെ കഷ്ടപ്പെട്ടൊക്കെ അവർ പഠിച്ച പിള്ളേരാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മനുഷ്യന് ലെൻസ് ചുരുങ്ങുന്ന അസുഖമായി, ശ്വാസമുട്ടലായി, പ്രയാസമായി. എന്നാലും മദ്യപാനമുണ്ട്, പുകവലിയുണ്ട്. ഒരിക്കൽ എന്നെ കാണാൻ വീട്ടിൽ വന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചികിത്സ. എനിക്കറിയാവുന്ന വ്യക്തിയാണ്. ആ വീട്ടിലുള്ള എല്ലാവരും എനിക്കറിയാം. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എനിക്ക് മെഡിക്കൽ കോളേജിൽ പോകാനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് സഹായിക്കണം. ഞാൻ സഹായിക്കാം. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ ജീവിതം മടുത്തു തുടങ്ങി. ഭാര്യയുമായിട്ട് എനിക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല. ഭാര്യ എന്തോ തെറ്റായ ബന്ധങ്ങളിലൊക്കെ ജീവിക്കുന്നതൊക്കെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിന്ത. അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ്, കുടുംബത്തിൽ സമാധാനമില്ല. അദ്ദേഹം ഇതൊക്കെ ഷെയർ ചെയ്തു. ഞാൻ പ്രാർത്ഥിച്ചു, ആശുപത്രി പോകാനുള്ള പൈസ ഒക്കെ കൊടുത്തു. ഞാൻ പറഞ്ഞു, അടുത്ത ആഴ്ച കോട്ടയത്ത് എൻ്റെ താമസിച്ചൊരു ധ്യാനമുണ്ട്, എൻ്റെ കൂടെ പോരാ, ഇങ്ങോട്ട് വന്നാൽ മതി, ഞാൻ കൊണ്ടുപോകാം. ധ്യാനം കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവിടാം, ഒരു പൈസയും മുടക്കണ്ട, ധ്യാനം കൂടിയിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. വരണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. വരാമെന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷേ ആ ധ്യാനത്തിന് ഞായറാഴ്ച എനിക്ക്
പോകണം. പക്ഷെ ആ മനുഷ്യൻ വന്നില്ല. ഞാൻ ധ്യാനത്തിന് പോയി. ധ്യാനം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ മടങ്ങിയെത്തി. വെള്ളിയാഴ്ച രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്ന വാർത്ത, വീട്ടിൽ നിന്ന് എൻ്റെ പപ്പ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഇയാളിൻ്റെ പേര് അപ്പച്ചൻ എന്നാണ്. അപ്പച്ചനോടെ ഒരു കടത്തിണ്ണയിൽ മദ്യത്തിൽ ഫുരുഡാൻ എന്ന വിഷം ചേർത്ത് കഴിച്ച് ആത്മഹത്യ ചെയ്ത് കിടക്കുന്നു, മരിച്ചു കിടക്കുന്നു. ഞാൻ ശവം കാണാനും ശവടക്കലും ഞാൻ പോയില്ല. എത്ര സങ്കടകരമായ ശൂന്യത. ആ മനുഷ്യൻ്റെ വികാരങ്ങളിതാ. ഭാര്യ സ്നേഹിക്കുന്നില്ല, ഭാര്യ തെറ്റായ വഴി പോകുന്നുണ്ട്, മക്കൾ സ്നേഹിക്കുന്നില്ല. അദ്ദേഹം പറയുന്നു, എനിക്ക് വീട്ടിൽ ടെലിഫോണുണ്ട്, അതെടുത്ത് വിളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ അദ്ദേഹം അനുഭവിക്കുന്ന സങ്കടങ്ങളും വിഷമമൊക്കെ പറഞ്ഞു. ചിലപ്പോൾ സത്യമായിരിക്കാം, ഇല്ലെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. എന്തു ആവട്ടെ, ഞായറാഴ്ച ധ്യാനത്തിന് വന്നുമില്ല. വെള്ളിയാഴ്ച രാവിലെ ഞാൻ ഇരുന്ന് ഇതാണ് വീട്ടിൽ നിന്ന് വിളിച്ച് പറയുന്നു, അവിടെ ഞങ്ങളുടെ നാട്ടിലൊരു കടത്തുന്നതിൽ ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിച്ചു. ഒത്തിരി സങ്കടകരമായൊരവസ്ഥയായി പോയി. ജീവിതം അവസാനിപ്പിച്ചു. പിന്നീട് ശവടക്കൊന്നും ഞാൻ പോയില്ല. ആ ചേച്ചി പിന്നെ എന്നെ കാണാൻ വന്നു. കരച്ചിലും പറച്ചിലൊക്കെ ആയിരുന്നു. എന്നാലും അവർ നിരന്തരമായിട്ട് വന്ന് ഏകദിനം കൂടും, എല്ലാ ആഴ്ചയിലും എന്നെ എടുക്കുന്ന പ്രാർത്ഥിക്കും. ദൈവം അങ്ങോട്ട് അനുഗ്രഹിച്ചു. മൂത്ത മോള് പലരും സഹായിച്ചാണ്, പള്ളിയിൽ നിന്നൊക്കെ സഹായിച്ചാൽ നഴ്സിംഗ് കഴിഞ്ഞു. അങ്ങനെ ലക്ഷം വീട്ടിൽ താമസിക്കുന്ന മിടുക്കിയായിരുന്നു. പഠിച്ചു. അവൾ പഠിച്ച് നഴ്സിംഗ് കഴിഞ്ഞ് ദൈവം അവളെ അനുഗ്രഹിച്ചു. അയർലൻഡിൽ പോയി, നാട്ടിൽ സ്ഥലം മേടിച്ച് നല്ല 2 നില വീടൊക്കെ വെച്ചു. കല്യാണം കഴിഞ്ഞു. ഇപ്പം 2-3 പിള്ളേരായി. അനിയത്തി പെണ്ണ് കല്യാണം കഴിച്ചു, ആങ്ങളുടെ കല്യാണം കഴിച്ചു. അവർ രണ്ടുപേരും UK-ൽ. എല്ലാ സാമ്പത്തിക അനുഗ്രഹങ്ങളും ഉയർച്ചയെല്ലാം ആ കുടുംബത്തിന് കർത്താവ് കൊടുത്തു. അതിന് പിന്നിലുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ആ വീട്ടമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയും. ഓരോ ശനിയാഴ്ചയും ഏകദിനം കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വന്നിട്ട് കരഞ്ഞ് പറയും ഓരോ കാര്യങ്ങൾ. ചിലപ്പം അന്നൊക്കെ വന്ന് അവിടെ വന്ന് ശുശ്രൂഷ കുടിപ്പാൻ 20 രൂപ മതി. ആ 20 രൂപ പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട ആ നാളുകൾ. ഇന്ന് ഇതൊക്കെ പോയി വലിയ വീടായി, സൗകര്യമായി, മക്കളെല്ലാം വിദേശത്തായി. ഇപ്പോൾ ആ ചേച്ചി അയർലൻഡിൽ മകളുടെ കൂടെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ജീവിതത്തിൽ സഹനങ്ങളും കഷ്ടപ്പാടുകളും ലക്ഷം വീട്ടിൽ കിടന്നവരെയൊക്കെ ദൈവം അനുഗ്രഹിച്ച് ഉയർത്തുക. ഇതൊക്കെ ജീവിത അനുഭവങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം അനുഗ്രഹിക്കും. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.